ഗുഡ് മോർണിംഗ് ഒരു പ്രസ്ക. എൻ്റെ പേര് മഞ്ജു ദൈവത്തക്ക. എൻ്റെ പേര് മഞ്ജു. ദൈവത്തെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം യേശുക്രിസ്തു നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത് അല്ലെ. അപ്പോസ്തലൻ പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു, അങ്ങനെയാകുമ്പോൾ എല്ലാവരും മരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ജീവിക്കുന്നു, ഇപ്പം ജീവിക്കുന്നവരായിട്ടുള്ള നമ്മൾക്ക് വേണ്ടി മരിക്കുക ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്ന യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം. നമ്മൾക്കായിട്ട് ജീവിക്കരുത് അല്ലെ. നമ്മൾക്കായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജീവിതമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്വന്തം രക്തം കൊണ്ടാണ് നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ അപ്പോസ്തലൻ പൗലോസും പീറ്ററും എല്ലാം അല്ലെ, അങ്ങനെ അപ്പോസ്തലന്മാര് അവര് ഒരുപാട് സഹിക്കേണ്ടി വന്നു ദൈവത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടി. പക്ഷെ അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമുള്ള കാര്യമായിരുന്നില്ല അല്ലെ. അവർ സഹിച്ചു വന്ന ഒരു കാര്യമായിട്ടുള്ള കാര്യമായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള സഹനം മാത്രമായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ആ തേജസ്സിന്റെ നിത്യഘനം അല്ലെ, ആ ഗ്രേറ്റ്നെസ് ഓഫ് ദ ഗ്ലോറി അവർക്ക് കിട്ടാൻ പോകുന്നത് അല്ലെ, അത് കമ്പയർ വെച്ച് നോക്കുമ്പോൾ അവരനുഭവിച്ചതൊന്നും ഒരു കാര്യവുമല്ല എന്ന് തന്നെ പൗലോസ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ആ ദൈവത്തിന്റെ ഗ്ലോറിയുടെ ഗ്രേറ്റ്നെസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് വേണ്ടി അല്ലെ, നമ്മൾക്കും കിട്ടണം ആ ഗ്ലോറി. അതിനുവേണ്ടി തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. യേശുക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാം. അപ്പം അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം മുമ്പോട്ട് പോകും. കർത്താവ് ഈ സമയത്ത് നന്ദി പറയാം. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഗോഡ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. ഹല്ലേലൂയ ഫാദർ. അങ്ങനെ പോലെ ദൈവമില്ല, അങ്ങയുടെ കൃപ പോലത്തെ ഒരു കൃപയുമില്ല. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ മരിച്ചു, ലോകത്തിന് വേണ്ടി മൊത്തം അങ്ങ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ഗോഡ് ഓൾമൈറ്റി. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളുടെ എല്ലാവരുടെയും പാപം അങ്ങയുടെ മുകളിലായിരുന്നു കർത്താവ് ലോർഡ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി പാപമായി തീർന്നു അങ്ങ് കർത്താവെ. ഒരിക്കൽ പോലും ഒരു പാപം പോലും ചെയ്യാത്ത ആൾ കർത്താവ് ദൈവം, പരിശുദ്ധനായ ദൈവം, ഹോളിയായിരിക്കുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി പാവമായിട്ട് തീർന്നു. നന്ദി പിതാവ്. ഇനിയുള്ള ജീവിതം കർത്താവെ, ഈ നിമിഷം തൊട്ട് വരുന്ന ജീവിതം കർത്താവ് ഗവൺമെന്റ് അങ്ങക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് മാത്രമായിരിക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അങ്ങ് മാത്രമായിരിക്കട്ടെ. യേശുവിന്റെ നാമം തന്നെ ആമേൻ. പ്രാർത്ഥന കേട്ടാൽ നന്ദി. ഇന്ന് സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് ഇന്ന് 2 കൊരിന്ത്യരിലേക്ക് പോകും. 5-ാമത്തെ ചാപ്റ്ററിന്റെ 9 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ. 2 കൊരിന്ത്യന്റെ 5-ന്റെ 9 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ ഒന്ന് വായിക്കാം. ശരിക്കും പറഞ്ഞാൽ 2 കൊരിന്ത്യന്റെ 4-ാമത്തെ ചാപ്റ്ററോട്ട് വായിച്ചു തുടങ്ങേണ്ടതാണ്, ഫുൾ ചാപ്റ്റർ വായിക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് സമയത്തിന്റെ പരിമിതി കാരണം 9 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ ഒന്ന് വായിക്കും. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീകയാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നു അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷിക്കും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കാനല്ല, ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് വക ഉണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരിക എത്ര ചെയ്യുന്നത്. ഞങ്ങൾ വ്യവശന്മാർ എന്നുവരികൾ ദൈവത്തിനും സുബോധമുള്ളവർ എന്നുവരികൾ നിങ്ങൾക്കും ആകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, മരിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത് 14-15 വാക്കുകൾ നോക്കുമ്പോൾ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു, ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും അവനോടൊപ്പം മരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന വ്യക്തി, അപ്പോൾ യേശു ക്രിസ്തു ജീവിക്കുന്നില്ലല്ലേ, അങ്ങനെ പറയുന്നത് തെറ്റ് തന്നെ. നമ്മൾ ജീവിക്കുന്നത് പറയുന്നത് അപ്പൊ ഇന്ന് ജീവിക്കുന്നതുകൊണ്ട് യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ജീവിക്കണമല്ല. പുതിയ ജീവിതമാണ് തന്നിരിക്കുന്നത്, അവനായിട്ട് ജീവിക്കുന്നതുകൊണ്ടുള്ള ജീവിതം. ഇപ്പൊ ഇവിടെ 9-ാമത്തെ വാക്ക് ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാൽ ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞ വാക്ക് തുടങ്ങിയിരിക്കുന്നത്? 4-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അപ്പോസ്റ്റൽ പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തങ്ങളുടെ ഗോസ്പിൾ അല്ലെ, തങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗോസ്പിൾ, ദൈവത്തിന്റെ സുവിശേഷം, അത് മറഞ്ഞിരിക്കുന്ന സുവിശേഷമല്ല അല്ലെ. ദൈവത്തിനും മനുഷ്യരുടെ മുമ്പിൽ അല്ലെ കമന്റബിൾ ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടി അല്ലെ, പ്രോപ്പറായിട്ട് ഒരു കുറ്റമറ്റവരായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയുള്ള അതുപോലത്തെ ജീവിതമാണ്
അപ്പോസ്റ്റൽ പൗലോസും കൂട്ടാളികളും നയിച്ചിരിക്കുന്ന അവര് സ്പ്രെഡ് ചെയ്യുന്ന ഗോസ്പൽ ഒരിക്കൽ പോലും മറഞ്ഞിരിക്കുന്ന ഒന്നല്ല. ഇനി ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കാത്തവർക്കാണ് മറിഞ്ഞിരിക്കുന്നത്. അത് കാര്യം എന്താന്ന് വെച്ചാൽ അവരുടെ ഹൃദയം എന്താ പറയുക, ഓൾറെഡി പിശാച്, ഈ ലോകത്തിന്റെ നാഥനായിരിക്കുന്ന പിശാച് ഓൾറെഡി കുരുടാക്കി വെച്ചിരിക്കുക. പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അവരെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇനി ഗോസ്പലിൽ നിന്ന് വരുന്ന പ്രകാശവും യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവത്തിന്റെ ഗ്ലോറിയെ പറ്റിയുള്ള അറിവിൽ നിന്നുള്ള പ്രകാശവും ഒന്നും അവരുടെ ഹൃദയത്തിലേക്ക് കയറാൻ പോകുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹൃദയം ഓൾറെഡി ആക്കിയിരിക്കുന്നു പിശാച് അല്ലെ. അത് ആയതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം ഇല്ലാഴിക കൊണ്ട് തന്നെ അല്ലെ. ഏറ്റവും വലിയ തെറ്റ് നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് പലതരത്തിലുള്ള പാപങ്ങൾ നമ്മൾ ചെയ്യുന്ന വ്യക്തികളാണ്, ചെയ്തിരിക്കുന്ന വ്യക്തികൾ. പക്ഷെ ഈ ലോകത്തിൽ ഏറ്റവും വലിയ പാപം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പൊറുക്കാൻ വയ്യാത്ത പാപം, ദൈവം ഒരിക്കൽ പോലും പൊറുക്കത്തില്ലാത്തൊരു പാപം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നതാ. ബാക്കി എന്ത് പാപം ദൈവം പൊറുക്കും. നമ്മള് ക്ഷമ ചോദിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കണം, ദൈവം എന്താ പറയുക നമ്മളോട് പൊറുക്കുക തന്നെ ചെയ്യും. പക്ഷെ യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ദൈവം തന്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് വിട്ടത് അല്ലെ, അത്രയും എന്താ പറയുക ഉപദ്രവങ്ങൾ ഏറ്റുകൊണ്ട് അല്ലെ, ദൈവം തന്നെ ക്രോസ് ഓഫ് കാൽവരിയിൽ പാപമായി തീർന്നപ്പോൾ, യേശുക്രിസ്തു ദൈവമാണല്ലോ, ആ പാപം നമ്മൾക്ക് വേണ്ടിയുള്ള പാപം വഹിച്ചു അല്ലെ. അത്രയും കഷ്ടപ്പാടിൽ കൂടെ യേശുക്രിസ്തു കടന്നു പോയിട്ട് സ്വന്തം പിതാവിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ആയിരുന്നു. പാപം വരുമ്പോ അൺഹോളി ആക്കി തീർക്കുക ചെയ്യുന്നല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോ യേശു പിതാവിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോയിരുന്നു അല്ലെ. ആ ഒരു അവസ്ഥയിൽ കൂടെ യേശുക്രിസ്തു നടന്നു പോയിട്ടും കൂടെ നമ്മൾക്ക് വിശ്വസിക്കാൻ താല്പര്യമില്ല എങ്കിൽ, വിശ്വസിക്കാൻ നമ്മള് മനസ്സ് കാണിക്കാത്ത വ്യക്തികളാണെങ്കിൽ അതുപോലത്തെ ഒരു പാപം മനുഷ്യവർക്കും പിന്നെ ചെയ്യുന്നില്ല എന്നുള്ള വാസ്തവം അല്ലെ. അപ്പൊ അത് യേശുവിനെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന 4-ാമത്തെ ചാപ്റ്ററിൽ പറയുക, ഞങ്ങള് പറയുന്ന ഗോസ്പല് അത് ഒട്ടും തന്നെ മറിഞ്ഞിരിക്കുന്ന ഗോസ്പൽ അല്ല അല്ലെ. ആ ഗോസ്പലിന് വേണ്ടി അല്ലെ അവരനുഭവിച്ചു കൂട്ടിയ കാര്യത്തെ പറ്റിയാ പറയാം. അത് അനുഭവിച്ച് കൂട്ടിയതിന്റെ ബോസ്റ്റിങ്ങിനെ പറ്റിയല്ല അവര് പറയുന്നത്, ബോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയല്ല, അവര് വലിയ പ്രൗഡായിട്ട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയല്ല. പക്ഷെ അവര് പറയുക ഞങ്ങൾ വീണു പോയിരുന്നവരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം കൊണ്ട് വീണു പോകുന്നവരല്ല, എന്താ പറയുക ഉപദ്രവം ഏറ്റിട്ട് അല്ലെ, എന്താ പറയണേ, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടി യേശുവിന്റെ മരണം ഞങ്ങൾ ശരീരത്തിൽ വഹിച്ചുകൊണ്ടിരുന്നവരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോസ്റ്റൽ പോളൊക്കെ സ്പെഷ്യലായിട്ട് പറയുവാണ്. അപ്പോസ്റ്റൽ പോൾ എവിടെ പോയെന്ന് പറഞ്ഞാലും തല്ലിവിട്ടുമായിരുന്നു അല്ലെ. കാരണം അത് ദൈവത്തിന്റെ ഒരു ബില്ലായിരുന്നു, ഹിതമായിരുന്നു അപ്പോസ്റ്റൽ പോളിനെ പറ്റി. അപ്പോസ്റ്റൽ പോൾ എത്രമാത്രം മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടുണ്ട് മുമ്പ് സോളായിരുന്ന സമയത്ത്, അതുപോലെ തന്നെ എത്രമാത്രം കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോകണം അപ്പോസ്റ്റൽ പോൾ യേശുവിന് വേണ്ടി നിൽക്കണം എങ്കിൽ എന്നുള്ളതിനെ പറ്റി ഒരു അറിവ് അപ്പോസ്റ്റൽ പോളിന് ഉണ്ടായിരിക്കണം എന്നുള്ളത് വെച്ചിട്ട് തന്നെ യേശുക്രിസ്തു അപ്പോസ്റ്റൽ പോളിനെ എപ്പോഴും എന്താ പറയണ ഈ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുള്ള ഉപദ്രവത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു അല്ലെ. അപ്പോ അത് പോൾ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് അത് ശരീരത്തിലുള്ള ഒരു മുള്ളു പോലെയാണിത് അല്ലെ, ആ മുള്ളൊന്ന് കളയണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷെ യേശു പറഞ്ഞിരിക്കുന്നത് എന്താ, നിനക്ക് എന്റെ എന്താ പറയുക കൃപ മതി അല്ലെ, കൃപ വലുതായിട്ട് ആവശ്യത്തിനുള്ളതുണ്ട് എന്ന് പറഞ്ഞിരിക്കും. അപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കും, ഇവിടെ പറഞ്ഞിരിക്കുക പലതരത്തിലുള്ള ഉപദ്രവം അല്ലെ, സകല വിധത്തിലുള്ള കഷ്ടതയും സകല വിധത്തിലുള്ള കഷ്ടത സഹിച്ചവരാണ്, പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഏറ്റവരാണ് അവര് അല്ലെ. യേശുക്രിസ്തുവിന്റെ മരണം അവർ ശരീരത്തിൽ വഹിച്ചുകൊണ്ടിരുന്നവരാണ് അവര്. പക്ഷെ ഇതൊന്നും ഒരു കാര്യമല്ല എന്ന് അവര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അപ്പോസ്റ്റൽ പോൾ പറയും ഇവിടെ എന്താ പറയുക 17-ാമത്തെ 4-ാമത്തെ ചാപ്റ്റർ 2 കൊരിന്ത്യന്റെ 4-ാമത്തെ ചാപ്റ്ററിന്റെ 17-ാമത്തെ വാക്ക് പറയാ, നെടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അപ്പൊ ഇങ്ങനെ പറയുക നെടുനേരത്തേക്കുള്ള ഈ കഷ്ടത എന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ നമുക്കറിയാം നെടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ലഘുവായ കഷ്ടത എന്ന് പറയുമ്പോൾ അപ്പോസ്റ്റൽ പോൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതാണെന്ന് പലരും പറയുന്നത്. അപ്പൊ 3-ാമത്തെ സ്വർഗത്തിൽ പോയി എന്നൊക്കെ പറയുമ്പോ ശരിക്കും പറഞ്ഞാല്
അത് എന്താ പറയുക, അത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഒരുപാട് കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം ഒരു ലഘുവായിട്ടും നൊടിനേരം കൊണ്ട് തീരുന്ന കാര്യവുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ നൊടി നേരം കൊണ്ട് അല്ലെങ്കിൽ ലഘുവായിട്ടുള്ളത് പറയാൻ സാധിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ പറയുക, തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ വെയിറ്റ് ഓഫ് ഗ്ലോറി അല്ലെ, തേജസ്സിന്റെ നിത്യക്കനത്തെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു നൊടി നേരം കൊണ്ടാന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ പോള് പറയുക, ഇതൊക്കെ വളരെ സില്ലി ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ശരീരം എന്താ പറയാ, ഞങ്ങളുടെ ശരീരം ഇത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, ഡീക്കെ ആയിക്കൊണ്ടിരിക്കുന്നു, അത് വാസ്തവം. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഈ എർത്തിലുള്ള ഭൂമിയിലുള്ള ഈ കൂടാരമായിട്ടുള്ള നമ്മുടെ ശരീരം നശിച്ചു പോയാലും അത് കുഴപ്പമില്ല. കാര്യം എന്താന്ന് വെച്ചാല് നിത്യമായിട്ടുള്ള നമുക്കൊരു ഒരു 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 ബിൽഡിംഗ് ഉണ്ട് അല്ലെ. അങ്ങനെ പറഞ്ഞേക്കാം. 5ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കും, കൂടാരമായി ഞങ്ങളുടെ ഭൗമശരീരം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാതെ നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നല്ലേ. നമുക്കൊരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് ദൈവം നമ്മൾക്ക് വേണ്ടി തന്നെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ദൈവം തന്നെ, ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെയാണ് നമുക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആകാംക്ഷപരമായിട്ട് ഇവര് ഞങ്ങൾ അതിനായി ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെയാണ്. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞെരങ്ങിക്കൊണ്ടിരിക്കുക, എന്നാണ് ഞങ്ങളുടെ ഈ ശരീരം പോകുന്നത്, എന്ന് വെച്ചാൽ എന്നാണ് ഞങ്ങൾ മരിക്കുന്നത്. ഈ ശരീരം പോയി കഴിഞ്ഞാൽ, മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പോകുന്നത് മാത്രമാണല്ലോ അല്ലെ. അപ്പം അത് കഴിയുമ്പോഴേക്കും കിട്ടാനുള്ള ആ ലൈഫ് അല്ലെ, ഇമ്മോർട്ടൽ ആയിട്ടുള്ള ലൈഫ് അല്ലെ. ഇതിപ്പോ മർത്യ ശരീരമാണ്, വെച്ചാൽ മോർട്ടൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് നശിച്ചു പോകുന്ന ഒരു ശരീരമാണ്. നമുക്കുള്ള ഒരു സ്പിരിറ്റ് ഉണ്ട്, നമുക്കൊരു ആത്മാവുണ്ട്, നമുക്ക് ശരീരമുണ്ട്. ശരീരത്തിലാണ് നമ്മുടെ സ്പിരിറ്റും നമ്മുടെ ആത്മാവും വസിക്കുന്നത് അല്ലെ. നമ്മുടെ സ്പിരിറ്റും ആത്മാവും എന്നല്ല പറയാം, സ്പിരിറ്റും പ്രാണനും അല്ലെ. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾ അല്ലെ, അത് വസിക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ ശരീരം പോയി കഴിഞ്ഞാൽ ഒരിക്കലും നശിച്ചു പോകാത്ത ആ കൂടാരം അല്ലെ, ആ കൈപ്പണിയല്ലാത്ത നിത്യഭവനം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ അതിനിവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോ ഞങ്ങള് ഇവിടെ ഈ ലോകത്തുള്ള ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്കറിയാം നമ്മൾ ദൈവത്തിൽ നിന്ന് ആബ്സെന്റ് ആണെന്നറിയാം. പക്ഷെ ഇങ്ങനെ പറഞ്ഞിരിക്കുക, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു അല്ലെ. അപ്പൊ ഞങ്ങളിപ്പോ ശരീരത്തിലിരുന്നാലും ശരീരത്തിൽ ഈ ലോകത്തിൽ നിന്ന് ജീവിച്ചാലും യേശുവിന്റെ ഒപ്പമാണെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിനെ പ്രസാദിപ്പിക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി 4ാമത്തെ ചാപ്റ്ററിൽ പറയുന്ന പോലെ എത്രമാത്രം ദ്രോഹങ്ങളിൽ കൂടെ കടന്നു പോയെന്ന് പ്രശ്നങ്ങൾ ഈ ലോകത്തുള്ള മനുഷ്യർ കൊടുത്തെന്ന് പറഞ്ഞാൽ, ഗോസ്പൽ പറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ കൂടെ കടന്നു പോയെന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു കാര്യമല്ല. കാരണം ഞങ്ങൾക്കൊരൊറ്റ എയിം മാത്രമേ ഉള്ളൂ, അവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് അല്ലെ. 10ാമത്തെ വാക്ക് പറയാം, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ട നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നു അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷികൾക്കും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഇങ്ങനെ പറയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ശരീരത്തിൽ ഇരിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അല്ലെ, നല്ലതാണെങ്കിലും ആണെങ്കിലും അതിന് ഉത്തരം നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ ഉത്തരം കൊടുത്തേ പറ്റത്തുള്ളൂ. കർത്താവിന്റെ ന്യായ സിംഹാസനത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കേണ്ട ഒരു സമയം വരുന്നുണ്ട്. കർത്താവിന്റെ ന്യായസിംഹാസനം എന്ന് പറഞ്ഞപ്പോൾ ബീമ സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ റെവലേഷനിൽ വരുന്നത്, വെള്ള സിംഹാസനത്തിലിരിക്കുന്ന യേശു അല്ലെ, അത് യേശു തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില ആൾക്കാർ പറയുന്നത് അത് ദൈവമാണ്, പിതാവാണെന്ന് പറയുന്നു. പക്ഷെ ചില ആൾക്കാർ പറയുന്നു യേശു ക്രിസ്തുവാണ്. ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മള് ഇവിടെ ഇപ്പൊ പോള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വിശ്വസിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നതും നല്ലതാകും തീരുക അതിന് തക്കവണ്ണം പ്രാപിക്കണം നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ജഡ്ജ്മെന്റിനെ പറ്റി പറയുന്നത്, നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കിനെ അനുസരിച്ചുള്ള ജഡ്ജ്മെന്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 3 ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ വർക്ക് എങ്ങനെയാണോ
വർക്ക് അത് എന്താ പറയുക കച്ച് കൊണ്ടും തടി കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തരത്തിലുള്ള വർക്കാണെങ്കിൽ അത് നശിച്ചു പോവുക തന്നെ ചെയ്യും. പക്ഷെ അതിലെ പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിപ്പടുത്തിരിക്കുന്ന വർക്കാണെങ്കിൽ അത് തീ കൂടെ കടന്നു നശിച്ചു പോകത്തില്ല. അപ്പൊ നമ്മൾക്ക് എന്താ പറയാ നമ്മൾക്ക് സാൽവേഷൻ ഉണ്ടാകും, പക്ഷെ നമ്മുടെ വർക്കെല്ലാം നശിച്ചു പോവുക തന്നെ ചെയ്യും. അല്ല ഇത് എന്താ പറയാ ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റൽ കൊണ്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന തരത്തിലുള്ള വർക്കുകളല്ല എങ്കിൽ അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ദൈവത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ നശിച്ചു പോകുക തന്നെ ചെയ്യും. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ വർക്കിനെ ബേസ്ഡ് ആയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടും. അല്ലെ എല്ലാവരും യേശുവിന്റെ ന്യായാസനത്തിന് മുമ്പേ നിൽക്കേണ്ട ഒരു കാര്യം വരും അല്ലെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുക. 11ാമത്തെ വാക്ക് ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു അല്ലെ. അപ്പൊ കർത്താവിനെ ഭയപ്പെടണം. നമ്മള് എല്ലാവരോടും സംസാരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ഗോസ്പൽ പറയുക. കാരണം വെച്ചാല് പിന്നെ എല്ലാവരും യേശുക്രിസ്തുവിന് മുമ്പിൽ നിൽക്കേണ്ട ഒരു സമയം വരുന്നു. നമ്മളും നിൽക്കണം. നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന വർക്ക് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ മറ്റുള്ളവര് അല്ലെ യേശുവിൽ വിശ്വസിക്കാത്ത ആൾക്കാര് നശിച്ചു പോവുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ സമ്മതിപ്പിക്കുകയാണല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ ഗോസ്പൽ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പറയാ ഞങ്ങൾ പിന്നെയും 11ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക ദൈവത്തിൽ ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കും മനസാക്ഷികൾക്കും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ആശ്രയിക്കുക. അപ്പൊ ഞങ്ങളുടെ ജീവിതം ഇതായതുകൊണ്ട് ദൈവത്തിന് ഞങ്ങളെപ്പറ്റി അറിയാം, നിങ്ങൾക്കും അറിയാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 12ാമത്തെ വാക്ക് പറയും ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരുടെ ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് വക ഉണ്ടാകാണ്ട് ഞങ്ങളെക്കുറിച്ച് പ്രശംസിക്കാൻ നിങ്ങൾക്ക് കാരണം തരികയത്ര ചെയ്തു. ഞങ്ങളിപ്പോ ഞങ്ങളെ തന്നെ ഒന്ന് എന്താ ബോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ആളുകളാകുന്നതിന് വേണ്ടി പറയുന്ന കാര്യം നല്ലത്. പക്ഷെ ഹൃദയം നോക്കാതെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അല്ലെ പുറമേ ഉള്ളതിനെ മാത്രം ജയിച്ചുകൊണ്ട് ഹൃദയം നോക്കാതെ അവർ ചെയ്തിരിക്കുന്ന വർക്കുകളെ നോക്കാതെ പോസ്റ്റ് ചെയ്ത് നടക്കുന്ന കുറെ ആളുകളുണ്ട് അല്ലെ. അപ്പൊ അപ്പോസ്റ്റൽ പോളിനെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്റ്റൽ പോളിന്റെ അപ്പോസ്റ്റൽഷിപ്പ് വരെ ആളുകൾ ഡൗട്ട് ചെയ്തിരുന്ന സമയമുണ്ടായിരുന്നു അല്ലെ. ദൈവത്തിൽ നിന്നുള്ളതാണോ എന്നൊക്കെ തന്നെ ഇതേ 2 കൊരിന്ത്യർക്കെതിരെ തന്നെ അപ്പോസ്റ്റൽ പോൾ എഴുതിയിട്ടുണ്ട് അല്ലെ. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കുറഞ്ഞിട്ടുള്ള അപ്പോസ്റ്റലനാണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചില എപ്പിസോഡൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിൽ നിന്നുള്ള അല്ലെ കർത്താവിന്റെ അപ്പോസ്റ്റലനായവർ ഈ ദൈവത്തിൽ നിന്നുള്ളവൻ അല്ലെ. ഗലാത്യർക്കെതിരെ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് ഉള്ള അപ്പോസ്റ്റലനായിരിക്കുന്നവൻ എന്ന് തന്നെ പറഞ്ഞു. ദൈവത്തിന്റെ ഹിതത്താല് അല്ലെ അപ്പോസ്റ്റലനായിരിക്കുന്നവൻ പോള് എന്ന് തന്നെ പറയാം. പോൾ പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോസ്റ്റൽ പൗലോസിന്റെ പിന്നെ അപ്പോസ്റ്റൽഷിപ്പിനെ വരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആൾക്കാർ മാറിയിരുന്നു എന്ന് പറയും. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾക്ക് ബോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കൊരിന്ത്യരോട് പറഞ്ഞു നിങ്ങൾക്ക് ബോസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഇനി 13ാമത്തെ വാക്ക് വരിക ഞങ്ങൾ വിവശന്മാർ എന്ന് വരികയും ദൈവത്തിന് സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കും ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കും ആകുന്നു. അപ്പൊ പുറമേ കാണുന്നത് മാത്രം നോക്കിക്കൊണ്ട് എന്താ പറയാ പ്രശംസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അവരുടെ മുമ്പിൽ ഒരുപക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് എന്താ പറയാ വിവശന്മാരായിരിക്കും അല്ലെ. ഔട്ട് ഓഫ് മൈൻഡ് എന്ന് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ഔട്ട് ഓഫ് മൈൻഡ് ആയിട്ട് അല്ലെ വട്ടുപിടിച്ചവരെ പോലെയൊക്കെ ഒരുപക്ഷെ ആയിരിക്കും വിവശന്മാർ ആയിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ അത് ദൈവത്തിന് വേണ്ടിയാണ്. ബോധമുള്ളവർ എന്ന് വരിക അത് നിങ്ങൾക്കും ആകുന്നു അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ കാണുമ്പോ ആൾക്കാർക്ക് ഞങ്ങൾ പ്രസംഗിക്കുന്ന സബ്ജക്റ്റ് കേൾക്കുമ്പോ അല്ല നിത്യതയെ പറ്റി സംസാരിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് ഞങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെയാ വിചാരിക്കുന്നത്. അതൊക്കെ തന്നെയാണല്ലോ ഇന്നത്തെ കാലത്ത് നടക്കുന്നതല്ലേ. നമ്മളൊക്കെ ദൈവത്തെ പറ്റിയുള്ള ദൈവത്തിനോട് പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ദൈവത്തോടുള്ള വിശ്വാസത്തെ പറ്റി സംസാരിക്കുക ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയണ ഇതൊക്കെ ഒരു തമാശയായിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തോ പ്രശ്നമുള്ളത് പോലെയാണ് ആൾക്കാരുടെ വിചാരം അല്ലെ. നമുക്ക് ബൈബിൾ തന്നെ എഴുതിയിരിക്കുന്ന കാര്യം ഇത് നശിച്ചു പോർക്കുന്നവർക്ക് ഇതൊരു ഫൂളിഷ്നെസ് ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോസ്പൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പവർ ആണിത് അല്ലെ. നശിച്ചു പോകുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു വിഡിത്തമായിട്ടാണ് അവര് കരുതുന്നത്. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ പവറാണ്. ദൈവത്തിന്റെ പവറാണ് സാൽവേഷന് വേണ്ടിയുള്ളത് അല്ലെ. അപ്പൊ 1 കൊരിന്ത്യരിലെ 1 ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ
എന്താ പറയുക നമ്മള് മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയാണ് എന്നുള്ളതല്ല, പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതാണുള്ള കാര്യം. 11-ാമത്തെ ചാപ്റ്ററിൽ പറയുക, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിച്ചിരിക്കുന്നവർ ഇനി ഞങ്ങൾക്കായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത് തങ്ങൾക്കായിട്ട് തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങള് ഒരുപക്ഷെ ഔട്ട് ഓഫ് മൈൻഡ് ആയിട്ടൊക്കെ വിവശന്മാരൊക്കെ ആയിട്ട് തോന്നുമായിരിക്കാം. ദൈവത്തിന് വേണ്ടിയാണ് ഞങ്ങള് സുബോധത്തോടുള്ളൊരു അത് അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെ. ഞങ്ങളുടെ ഉള്ളിൽ കമ്പൽ ചെയ്യുന്ന, ഞങ്ങളെ നിർബന്ധിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമുണ്ട് അല്ലെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരാനുള്ള കാര്യം എന്താ വെച്ചാല്, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു. ക്രോസ് ഓഫ് കാൽവരിയിൽ നമ്മളെ നിത്യജീവിതത്തിലേക്ക് ദൈവം യേശുക്രിസ്തു നയിച്ചിരിക്കുകയാണ് അല്ലെ. ക്രോസ് ഓഫ് കാൽവരിയിൽ നമ്മൾക്ക് നമ്മുടെ മരണത്തെ അവൻ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ജീവിതം, പുനരുദ്ധാനം നമ്മൾക്ക് തന്നിരിക്കുകയാണ് അല്ലെ. നമുക്ക് ജീവൻ തന്നിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോ അവൻ നമ്മുടെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആ സ്നേഹം നമ്മളെ കമ്പൽ ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇതാ പോളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചെങ്കിൽ ഇനി എല്ലാവരും ജീവിക്കുന്ന അവന് വേണ്ടിയുള്ളതായിരിക്കണം. അപ്പൊ അതിനായിട്ട് ദൈവത്തിന്റെ സ്നേഹം നമ്മളെ കമ്പൽ ചെയ്യട്ടെ അല്ലെ. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ കമ്പൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് യേശുവിന് എങ്ങനെയാണോ നമ്മൾ ഇരിക്കേണ്ടത് അതുപോലെ ഇരിക്കാൻ സാധിക്കും അല്ലെ. ഇപ്പൊ 4-ാമത്തെ ചാപ്റ്ററിൽ പോൾ പറഞ്ഞ പോലെ എന്താ പറയുക, എന്ത് തരത്തിലുള്ള പ്രോസിക്യൂഷൻ, എന്ത് തരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നു എന്നല്ല, ഇതൊക്കെ വലിയ സില്ലി ആയിട്ടുള്ള കാര്യം, ലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി വരാനിരിക്കുന്ന ഗ്ലോറിന്റെ തേജസിന്റെ നിത്യകനം എന്ന് പറഞ്ഞാൽ അത് വളരെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പൊ എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുന്നത്? നമ്മളെ തന്നെ നമ്മൾ യേശുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിന് എന്താ പറയുക, ഒരു നമ്മൾക്കതായിട്ടൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അല്ലെ, നമ്മൾക്ക് നമ്മുടേതായിട്ടൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുമ്പോൾ നമ്മൾക്ക് ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ എന്താ പറയുക ചുറ്റി വരികയും അല്ലെ, നമ്മൾക്ക് ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ നിർബന്ധിക്കപ്പെടുകയും ചെയ്തിരിക്കും. അപ്പൊ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കും, ഇത് ഞങ്ങള് എന്താ പറയാ, ഞങ്ങൾ വർക്ക് ചെയ്യുന്നു, ഞങ്ങള് നിങ്ങളുടെ മുമ്പിൽ സുബോധമുള്ളവരെ പോലെയാണെങ്കിൽ ചിലർക്ക് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെയല്ല അല്ലെ. ഞങ്ങള് ഭ്രാന്തന്മാരെ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഗോസ്പൽ പറഞ്ഞുകൊണ്ടിരിക്കുക, തല്ലുകൊണ്ടാലും പിന്നെയും സംസാരിക്കുക. കാര്യം എന്താ വെച്ചാൽ ദൈവത്തിന്റെ സ്നേഹം അല്ലെ, മനുഷ്യവർഗത്തോടുള്ള സ്നേഹം, ഒരാത്മാവിനെ പോലും നശിച്ചു പോണമെന്ന് തോന്നാത്ത ആ സ്നേഹം, അത് ദൈവത്തിൽ നിന്ന് വന്നിരിക്കും ഞങ്ങളുടെ ഉള്ളിലേക്ക്. അത് ഞങ്ങളെ കമ്പൽ ചെയ്യുക, ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഗോസ്പൽ പറയുന്നതിനോട് എത്ര തല്ലുകൊണ്ടാലും എത്ര ചവിട്ട് കൊണ്ടാലും വേണ്ടില്ല, പക്ഷെ അത് നിൽക്കാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയുള്ള ഒരു കമ്പൽഷൻ, ഒരു ഫോഴ്സ് ഞങ്ങളുടെ ഉള്ളിൽ, ഒരു പവർ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാല് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സ്നേഹത്തിലേക്ക് നമ്മൾ വരുന്ന വ്യക്തികളായിരിക്കണം. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കവിയുമ്പോഴാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ സാധിക്കുന്നത് അല്ലെ. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചെങ്കിൽ എല്ലാവരും അവന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കും. അപ്പൊ ആ സ്നേഹം കൊണ്ട് നമ്മൾ നിറയട്ടെ അല്ലെ. ആ മരിച്ചവന് വേണ്ടി ഉയർത്തെഴുന്നേറ്റതിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം നമുക്ക് അല്ലെ. ദൈവത്തിന്റെ ഗ്രേസ് നമ്മളെ ഫില്ല് ചെയ്യട്ടെ വളരെയധികം അല്ലെ. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ കമ്പൽ ചെയ്യട്ടെ അല്ലെ. അപ്പോസ്തലൻ പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എല്ലാവരെക്കാളും ലോവർ ആയിട്ടുള്ള സെയിന്റ് ആണെങ്കിൽ പോലും, പക്ഷെ എല്ലാവരെക്കാളും കൂടുതൽ അല്ലെ, ബാക്കിയുള്ള അപ്പോസ്തലന്മാരെക്കാളും എല്ലാം വളരെയധികം ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് അല്ലെ. എന്നാലും ഞാനല്ല വർക്ക് ചെയ്യുന്നത്, എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഗ്രേസ് ആണ് അല്ലെ. ദൈവത്തിന്റെ ഗ്രേസ് അത് എന്നിൽ വർക്ക് ചെയ്യുന്നു. അതാണ് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരെക്കാളും വളരെയധികം കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയാട്ടെ നമ്മൾ അല്ലെ, യേശുവിന് വേണ്ടി വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ അല്ലെ. അതിനെപ്പറ്റി എനിക്ക് പറയുള്ളൂ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ ഈ സമയത്ത് നന്ദി. ഈ ജീവിതം അങ്ങേക്കുള്ളതായിരിക്കട്ടെ കർത്താവേ, ഓൾമൈറ്റി മസ്റ്റ് ഗോഡ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളതൊന്നും വേണ്ട കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു ജീവിതം വേണം കർത്താവ്. താങ്ക് യു സോ മച്ച് മസ്റ്റ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കട്ടെ. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കട്ടെ. താങ്ക് യു ജീസസ് മസ്റ്റ് ഫാദർ. എവിടെയെങ്കിലും വെച്ച് കർത്താവ് ഞങ്ങളെന്ന് തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണം അപേക്ഷിക്കുന്ന യേശുവേ, ക്ഷമിക്കണം അപേക്ഷിക്കുന്ന യേശു നാമത്തിന് ആമേൻ. ഓ ലോർഡ് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് നന്ദി യേശു നാമത്തിന് ആമേൻ. ഇത് കേട്ട് നിന്ന് ദൈവത്തെ മാത്രം ഉണ്ടാകട്ടെ.